ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയോട് ശ്രീനാഥിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മോൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കരുത്, മോൾക്കൊരു നല്ല ജീവിതമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇനി മോള് മനസ്സുകൊണ്ട് തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇത് കേൾക്കുന്ന വർഷ തളർന്നു പോകുന്നുണ്ട് കേട്ടോ. തൻ്റെ മനസ്സിലെ ആ ഒരു സ്വപ്നം ആകെ തകർന്നുടയുകയാണ്. ആ സമയത്ത് വിവേകിനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ വിവേകിൻ്റെ നെഞ്ചിൽ ചായുന്നുണ്ട് കേട്ടോ വർഷ. ആ സങ്കടമെല്ലാം തന്നെ വിവേകിലൂടെ തീർക്കുകയാണ്. അങ്ങനെ വിവേകാണെങ്കിലോ വർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ആ വിഷമത്തിൽ വിവേകം പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹരിതയെ തന്നെയാണ്. ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ, അതായത് രാഹുലിനെയും അതുപോലെ അഞ്ജുവിനും ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ശാർമിള കേൾക്കുന്നുണ്ടാകും കേട്ടോ. ആ സമയത്ത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എങ്ങനെയാണ് വിവരം അറിയിക്കുക? പെട്ടെന്ന് തന്നെ വർഷയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മോളെ, അവരെ ഇപ്പോൾ എന്തെങ്കിലും അവൾ കാണിക്കും, അതിന് മോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇവിടുന്ന് പോകാനേ പറ്റില്ല. ഹരിതയ്ക്ക് മനസ്സിലായി അവരെവിടെയുള്ളതെന്നുള്ളത്. പാവം കുട്ടികൾ, അവരെ ഉപദ്രവിക്കാനാണ് അവൾ ശ്രമിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. ഈ സമയത്ത് വർഷ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു നിമിഷം രാഹുലിനും വിവേകിനും കൂടി അത് സ്പീക്കറിലിട്ട് കേൾപ്പിക്കുന്നുണ്ട്. പിന്നീട് അബിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി അബിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അബിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കതൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യാവുന്ന രീതിയിൽ, നീ ഇനി ടെൻഷൻ അടിക്കേണ്ട, അബി കൈകാര്യം ചെയ്തോളും, നമുക്ക് വേഗം പോയാലോ, നമ്മൾ എത്ര സ്പീഡിൽ പോയാലും അവിടെ എത്താൻ വഴുകും. അപ്പോഴത്തേനും അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഹരിത തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ അബി നമ്മളെ രക്ഷിക്കും, താൻ വിഷമിക്കേണ്ട, അബി വേണ്ട പോലെ ചെയ്തോളും, അവൾ മിടിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനീഷം രാഹുലും അഞ്ജുമിതൻ ഒന്നും അറിയാതെ തന്നെ അവിടെ സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചായയൊക്കെ ഉണ്ടാക്കി രാഹുലിന് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ചായ? അടിപൊളി ചായയല്ലേ, കട്ടപ്പനക്കാരിയായിട്ടുള്ള ആളുടെ ചായയല്ലേ, സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ എന്നും എനിക്ക് ഈ ചായ കിട്ടുമെന്നുള്ളത്, പക്ഷേ എനിക്കിനി കിട്ടാൻ ഇല്ലല്ലോ. താൻ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലുണ്ടാവും നല്ല കരുതിയത്. അത്ര സൂഹിക്കൊന്നും വേണ്ട, ചായ ഇട്ട് തരാനാണോ എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്? അയ്യോ, അതൊന്നുമല്ല, താൻ അങ്ങ് ഇരുന്നാൽ മതി. കാരണം അത്രയും ജോലിക്കാർ നമ്മുടെ വീട്ടിലുണ്ടാവും, അവരെല്ലാം തന്നെ കാര്യങ്ങൾ ചെയ്തോളും. താനൊരു മേൽനോട്ടക്കാരിയായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് നടക്കാത്ത സ്വപ്നം, പെരുവഴിയിലായിട്ടും രാഹുലിന് സ്വപ്നം കാണി നിർത്താൻ സാധിച്ചിട്ടില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല തമാശയിലിരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിവേകിനെയാണ് കേട്ടോ. വിവേകാണെങ്കിലോ വർഷയോട് പറയുന്നുണ്ട്, തൻ്റെ വീട്ടിൽ നിന്ന സ്ഥലത്തും കൂടി നമുക്ക് പോകാം, എനിക്ക് അവിടെ ഇനി ഒന്നും കാണാനില്ല. വിവേക് മാത്രമല്ല, അവിടെ ഒരു മൺകുമാരൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി അവിടെ പോയിട്ട് എന്താ കാര്യം? പക്ഷേ നാട്ടിലെത്തുമ്പോൾ തനിക്ക് തോന്നും അവിടെ ഒന്ന് പോയി കാണണം എന്നുള്ളത്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിവേക് വർഷയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. പക്ഷേ വീട് ഇരിക്കുന്ന സ്ഥലം പോലും വർഷയ്ക്ക് അറിയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മണ്ണ് മൂടി കിടക്കുകയാണ്. ആ സമയത്ത് എൻ്റെ വീട് എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല വിവേക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും തൻ്റെ അമ്മയ്ക്കും അതുപോലെ ആർച്ചയ്ക്കും വേണ്ടി തനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ വിവേകിനെ ചേർത്ത് നിർത്ത്, നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അമ്മ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എൻ്റെ നടന്നിട്ടില്ല, ഇനി എൻ്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വിഷമത്തോടുകൂടി തിരിച്ചു വരുന്നു. അതിനുശേഷം തന്നെ ഈ ഡ്രൈവറിൻ്റെ, ഇത്രയും ദിനം ഡ്രൈവറായിട്ട് എന്നെ കണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ തന്നെ ഞാനൊരു ഫ്രണ്ടായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഡ്രൈവറുടെ സ്ഥാനത്ത് നിന്ന് തനിക്കൊരു പ്രൊമോഷനുണ്ട്, അതായത് ഫ്രണ്ട് എന്ന സ്ഥാനത്തേക്ക് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞാൻ ഇരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു കേട്ടോ. പിന്നെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മീൽസിൻ്റെ കാര്യം, ചോറും നല്ല മീൻകറിയും എപ്പോൾ വാങ്ങിത്തരും? അതൊക്കെ വാങ്ങിച്ചുതരാം, നടക്ക്. അഞ്ജുവിൻ്റെ രാഹുലിൻ്റെ കാര്യം ഓർത്തപ്പോൾ വിഷമം തോന്നി, അതൊക്കെ അങ്ങ് മറന്നു, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വിവേകിനോട് ഒരു സ്നേഹം തോന്നുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക്. അങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്ന് അവർ വീണ്ടും തിരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് കാണിക്കുന്ന രാഹുലിനെയും അഞ്ജുവിനെയാണ്. അവർ പ്രണയാർത്ഥ നിമിഷങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അവരെ പുറത്തിറക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ, നീ ആരാണ്? ഒരു വ്യഭിചാര കേസ് പോലെയാണ് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടോ. അമ്പനാട് വിക്രമൻ്റെ പേര് പറഞ്ഞപ്പോൾ അയാളുടെ മകനാണെങ്കിൽ അയാളുടെ കൂടെ ജയിലിൽ കിടക്കാമെന്നും പറയുന്നുണ്ട്. സകല മീഡിയക്കാരെയും വിളിച്ചോളൂ, ഇവളുടെ ഈവൻ്റെ ഈ സ്വഭാവം ഇന്ന് എല്ലാവരുടെ അടുത്തും പബ്ലിക്കായിട്ട് നമുക്ക് നടത്താം എന്ന രീതിയിലാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരൊറ്റൊരുത്തി മാത്രമേ ഉള്ളൂ, അത് ഹരിത മാത്രമാണ്. ഹരിതയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. നാണം കെടുത്തിയിട്ട് അവളെ അവളുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കണം, അവളെ നാണം കെടുത്തണം എന്നൊക്കെ. അതിനുശേഷം തന്നെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ് 6 മാസങ്ങൾക്ക് മുന്നേ, നിങ്ങൾ ഭാര്യയും ഭർത്താവാണ്, ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാണെന്നൊക്കെ പറയുമ്പോഴും അവരൊന്നും ഇസയൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം
ഒരു ഫാൻസി കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ചില്ലറ പൈസ കൊടുത്താൽ തന്നെ ഈ താലി കിട്ടും. അതിലെ കെട്ടിയിട്ട് ഇങ്ങനെ പറയാൻ ആർക്കാ പറ്റാത്തത്? പിന്നെ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റോ ഫോട്ടോ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ എടുത്തിട്ടില്ല, ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാം. അതൊക്കെ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയാൽ മതി, അല്ലാതെ ഒന്നും തരേണ്ട ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഈ മീഡിയക്കാരെ വിളിക്കുക, ഇവരുടെ വീഡിയോ എടുക്കുക. സാർ വല്ലാണ്ട് ഇളകണ്ട, ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ആരായാലും എന്താടാ, ഇത് സത്യമല്ലേ? ഞാൻ കൈയോടെ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഹരിത വരുന്നുണ്ട്. സാർ എന്താ അവിടെ പ്രശ്നം? ഒന്നും അറിയാത്ത പോലെ വരുന്നുണ്ട് കേട്ടോ. എടി നീയാണെടി ഇതിൻ്റെ പുറകിൽ, നീയാണോ ഞാനാണോ എന്ന് പിന്നെ തീരുമാനിക്കാം. എന്തായാലും ഇത് രാഹുലല്ലേ, ഇവൻ്റെ കൂടെ ഈ പെണ്ണോ, എന്തൊക്കെയാണ് പറയുന്നത്? ഇവരൊന്നും ഇങ്ങനത്തെ ആളുകളല്ല എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇവരെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വ്യഭിചാര കേസിന് എന്ന രീതിയിൽ. അപ്പോഴത്തേനും ഭാര്യ ഭർത്താക്കന്മാരായ ഞങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാവുമെന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കും എന്ന രീതിയിലൊക്കെ. അതൊന്നും ഉണ്ടാവില്ല സാർ, ഇവർ കള്ളന്മാരാണെന്ന് ഹരിത വീണ്ടും പറയുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ഞാൻ കാണിച്ചാൽ മതിയോ എന്ന് പറഞ്ഞിട്ട് ഒരു മാസ് എൻട്രി ആട്ടോ നടക്കുന്നത് അബിയുടെ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അബി വരുന്നത് കേട്ടോ. അതിന് വക്കീലിൻ്റെ വേഷത്തിൽ തന്നെയാണ് അഭി എത്തുന്നത്. ആ സമയത്ത് അഞ്ജുവിന് രാഹുലിന് ഒരു ആശ്വാസമാവുന്നുണ്ട്. ആ സമയത്ത് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും 6 മാസങ്ങൾക്ക് മുന്നേ അവർ വിവാഹിതരായിട്ടുള്ള ആ രജിസ്റ്റർ ഓഫീസിൽ നിന്നും എടുത്തിട്ടുള്ള ഫോട്ടോ അടക്കം തെളിവ് സഹിതം അഭി അങ്ങ് നിരത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ വായ അടഞ്ഞു പോവുകയാണ്. തിരിച്ച് ഒരു മറുപടിയും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായി കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ വ്യാജമായിരിക്കും എന്ന് ഹരിത പറയുന്നുണ്ട്. വ്യാജമാണോ കള്ളമാണോ എന്നൊക്കെ സാറിന് നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറയുന്നു. അങ്ങനെ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും വേണമെങ്കിൽ ഇവരുടെ കല്യാണ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. അങ്ങനെ ആ ഫോട്ടോ വരെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇതെല്ലാം കാണുന്ന ഹരിതാകം ഞെട്ടുന്നുണ്ട്. മാത്രമല്ല അബിയുടെ 4 ഡയലോഗും കൂടിയും കേൾക്കുമ്പോഴത്തേനും പൂർത്തിയായിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് അഞ്ജുവിനും രാഹുലിനും ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ. അബി തങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തയാണല്ലോ അബി വന്നിട്ടുണ്ടായിരുന്നത്. അഞ്ജുവിന് നല്ല സമാധാനമാവുന്നുണ്ട്. അങ്ങനെ പേപ്പേഴ്സ് എല്ലാം തന്നെ പോലീസുകാർക്കെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചു വാങ്ങുന്നു. സാറ് എന്നെ അനുകൂലിച്ച് പറയുന്നില്ലെങ്കിൽ ഇത് വേണ്ട രീതിയിൽ എവിടെ സമർപ്പിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവിടെ കൊടുത്താൽ സാറിൻ്റെ തൊപ്പി വരെ പോകുമെന്ന രീതിയിലായിട്ട് സംസാരിക്കുന്നത്. നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇവർ പ്രായപൂർത്തിയായവരാണ്, ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും വിവാഹം കഴിക്കാം. പ്രായപൂർത്തിയായവർക്ക് സ്വന്തം കാര്യം തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടല്ലോ, അത് തനിക്ക് അറിയില്ലേ എന്ന രീതിയിലൊക്കെ ആയിട്ട് സംസാരം. എന്തായാലും എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട് അബി ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണ് ആ സമയത്ത്. അങ്ങനെ ഹരിത തോറ്റ് പിന്മാറേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം കറക്റ്റ് ടൈമിൽ വർഷം അതിൽ ഇടപെടുന്നത് കാരണം തന്നെ അബിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അഞ്ജും രാഹുൽ വിവാഹിതരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അബി ആ സമയത്ത് എത്തിയിട്ടുണ്ടാവുക കേട്ടോ. ഇനി മറ്റു വിശേഷങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിലായിട്ട് കാണാം.